പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M2120 എന്ന പ്രിന്റർ എങ്ങനെ സ്കാൻ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. സ്കാൻ ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് പ്രിന്ററിന്റെ സ്കാനർ യൂണിറ്റിൽ വെച്ചിരിക്കണം. ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാണ് സ്കാനർ യൂണിറ്റ്. ഇവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കണ്ടില്ലേ, ഈ കോർണറിലേക്ക് അടുപ്പിച്ചാണ് നമ്മൾ ആവശ്യമുള്ള ഡോക്യുമെന്റ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ സപ്പോസ് ഒരു ഡോക്യുമെന്റ് എടുത്തു, ഞാനിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ചെറിയ ഡോക്യുമെന്റ് ആദ്യം കാണിച്ചു തരാം. സപ്പോസ് ഈ ഡോക്യുമെന്റ് ആണ്, ഇതേപോലെ തിരിച്ച് വെക്കുക, ഈ കോർണറിലേക്ക് അടുത്തായിട്ട് വരുന്ന രീതിയിൽ വെക്കണം. കണ്ടില്ലേ? എന്നിട്ട് ഈ ഡോറ് ക്ലോസ് ചെയ്യണം, അത് വിട്ടു പോകരുത്. സ്കാനിങ്ങിന് ഒരു ടൂൾ വരുന്നുണ്ട്, എപ്സൺ സ്കാൻ ടു പറഞ്ഞ ആപ്ലിക്കേഷന്. അപ്പം വിൻഡോസ് കീ ക്ലിക്ക് ചെയ്താണ് നമ്മളിവിടെ എപ്സൺ എന്നുള്ളൊരു ഫോൾഡർ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുക. അതിൽ എപ്സൺ സ്കാൻ ടു പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്കാനർ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. നോർമൽ കേസിൽ ഇതാണ് ഇതിൻ്റെ ഹോം പേജ് വരുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് സ്കാൻ ചെയ്യാനാണെങ്കിൽ താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാൻ ചെയ്താണ്ട് കമ്പ്യൂട്ടറിൽ സേവ് ആവുന്നതാണ്. എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനാണെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ 1-2 ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. അപ്പോൾ അത് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വരുന്നത് ഡോക്യുമെൻ്റ് സൈസ്. നിങ്ങൾക്ക് ഏത് സൈസിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നോർമൽ എല്ലാവരും A4 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ റെസൊല്യൂഷന്, അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇമേജ് ടൈപ്പ് എന്നുള്ളത് കാണാൻ സാധിക്കും. നോർമലി ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ മാറ്റി കളറോ അല്ലെങ്കിൽ ഓട്ടോ ക്ലിക്ക് ചെയ്യണം. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാകുമ്പോൾ ഭയങ്കര ഡാർക്ക് ആയിരിക്കും. അപ്പോൾ അത് കളർ ഓട്ടോ ആക്കുക. പിന്നെ അതിൻ്റെ താഴെ കാണുന്ന റെസൊല്യൂഷന്, നിങ്ങൾക്ക് കുറേ റെസൊല്യൂഷൻസ് കാണാൻ സാധിക്കും. റെസൊല്യൂഷൻ കൂടുന്തോറും സ്കാനിങ് സ്ലോ ആയിരിക്കും, റെസൊല്യൂഷൻ കുറയുന്തോറും സ്കാനിങ് ഫാസ്റ്റും ക്ലാരിറ്റി കുറവായിരിക്കും, അതേപോലെ ഫയൽ സൈസും കുറവായിരിക്കും. പിന്നെ ഈ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടി പേജ് സ്കാൻ ചെയ്യാൻ ഒരു PDF ഫയലിൻ്റെ ഉള്ളിൽ 2, 3, 4 പേജസ് ആയിട്ട് സേവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടൂളാണ്. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ താഴായിട്ട് വരുന്നത് ഇമേജ് ഫോർമാറ്റ്, ഏത് ഫോർമാറ്റിലാണ് ഫയൽ സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ താഴെ കാണുന്ന ഫയൽ നെയിം, നിങ്ങൾക്ക് എന്ത് പേര് കൊടുക്കണം എന്നുള്ളത് ഈ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് മാറ്റാവുന്നതാണ്. ഏതാണ് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യുക. നമുക്കിപ്പോൾ വീഡിയോയിൽ അത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ താഴെ കാണുന്ന ഫോൾഡർ, ഏത് ഫോൾഡറിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നോർമലി ഡോക്യുമെൻറ്റ്സ് എന്ന് നിൽക്കാറുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ അതർന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ നിങ്ങൾക്ക് ലൊക്കേഷൻ, കമ്പ്യൂട്ടറിൻ്റെ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ പ്രിവ്യൂ സ്കാനർ 2 ഓപ്ഷൻ ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. അത് ജസ്റ്റ് ഒന്ന് നമുക്കൊരു സ്ക്രീനിൽ കാണിച്ചു തരികയുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സ്കാൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ സേവ് ആവുകയുള്ളൂ. പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. കുറേ കസ്റ്റമേഴ്സിന് അത് അബദ്ധം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സാമ്പിളിന് വേണ്ടി പ്രിവ്യൂയുടെ ഗുണം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് പ്രിവ്യൂന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പ്രിവ്യൂ ആയിട്ട് നമുക്ക് നമ്മളെ വെച്ച ഡോക്യുമെൻ്റ് ഏതാണെന്നുള്ളത് സ്ക്രീനിൽ കാണാൻ സാധിക്കും. കണ്ടില്ലേ? ഇതേപോലത്തെ ഡോക്യുമെൻ്റാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഈ പ്രിവ്യൂവിനുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ചെറിയൊരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഡോക്യുമെൻ്റ് ആ സൈഡിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മൗസിൻ്റെ കൈസർക്ക് ഒരു പ്ലസ് എന്നുള്ള ഇതിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് അവിടെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് സ്കാൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായി ഈ പ്രിവ്യൂ ക്ലോസ് ചെയ്തിരിക്കണം. അതേപോലെ സെലക്ഷൻ ടൂളും നമ്മൾ ക്ലോസ് ചെയ്യണം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡോക്യുമെൻറ്റും ചിലപ്പോൾ ആ സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി. ഞാൻ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ആ സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ സ്കാനായി വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതേപോലെ നിങ്ങൾക്ക് ഈ ടൂള്, സ്കാനിങ് ടൂള് അല്ലെങ്കിൽ ക്രോപ്പിംഗ് ടൂള് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഫുള്ളായിട്ട് സ്കാൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ ഈ സെലക്ഷൻ ആദ്യം ഡിലീറ്റ് ചെയ്തിരിക്കണം. അതിനിവിടെ എറേസ് ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. അതേപോലെ ഈ പ്രിവ്യൂ ക്ലോസ് ചെയ്യുകയും വേണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്തും ഈ പ്രിവ്യൂ അവിടെ അങ്ങനെ കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പ്രിവ്യൂ നിങ്ങൾ ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളത്.
നോർമൽ കേസിലാണ് ജസ്റ്റ് താഴെ കാണുന്ന ഈ സ്കാനർ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള നമ്മൾ സെലക്ട് ചെയ്ത ഫോൾഡറിൽ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ പോയി നമ്മുടെ ഡോക്യുമെൻറ്റ് സേവ് ആവുന്നതാണ്. ഇപ്പോൾ സ്കാനിങ് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. സ്കാൻ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നമ്മൾ സേവ് ചെയ്ത ഫോൾഡർ ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ നമ്മളെ ഫയൽ അവിടെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ കഴിയും. യെസ്, ഇത് ഏകദേശം A4 ഡോക്യുമെൻ്റ് തന്നെ ഉണ്ട്, കംപ്ലീറ്റിലായിട്ടുണ്ട്. നമുക്ക് മറ്റേത് ഈ മുകൾ ഭാഗം മാത്രമേ ഉള്ളായിരുന്നു. നമ്മളിത് സെലക്ട് ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യാത്തതുകൊണ്ട് ഫുൾ ഡോക്യുമെൻ്റ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി പേജസിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂള് കണ്ടില്ലേ, ഇത് ജസ്റ്റ് ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു സ്കാനിങ് വരും. ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് കുറേ ഫയലുകളുണ്ട്, അത് ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിലായിട്ട് 1, 2, 3, 4 അങ്ങനെ 1 by 1 പേജായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ടൂളാണ്. ഏറ്റവും എളുപ്പത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കാവുന്ന ടൂളാണ് ഈ ഒരു ടിക്ക് ചെയ്താണ്ടുള്ള പ്രൊസീജിയർ. ഏകദേശം സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല, ചെറിയൊരു വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അതേപോലെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ആഡ് പേജ് എന്നുള്ളത്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഡോക്യുമെൻറ്റ് നമ്മൾ പ്രിൻ്ററിൻ്റെ സ്കാനർ ഗ്ലാസ്സിൽ വെക്കുക. എന്നിട്ട് ഈ ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വീണ്ടും സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എത്ര പേജസ് ഉണ്ട് അതെല്ലാം ഇതേപോലെ ഒരു സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് ഡോക്യുമെൻറ്റ് വെക്കുക. എന്നിട്ട് ഇവിടെ ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് എത്ര ഡോക്യുമെൻറ്റ് അത്രയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അവസാനത്തെ ഡോക്യുമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ് സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആ സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ ആ സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ നമ്മൾ ആ ഡോക്യുമെൻ്റ് എന്ന ഫോൾഡറിൽ സേവ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 സ്കാനിങ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ജസ്റ്റ് സേവ് എന്നുള്ള ക്ലിക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഓപ്പണായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും 1 by 2 എന്നുള്ളത് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അല്ല സോറി, 1 of 2 എന്നുള്ളത്. അത് 2 പേജസ് ഉണ്ട് നമ്മൾ ഈ ഡോക്യുമെൻ്റ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് ഫസ്റ്റ് പേജ്, ഇത് സെക്കൻഡ് പേജാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? അതിനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ശ്രദ്ധിച്ചായിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.